ഇപ്പൊ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ. ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ? ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന 2-3 വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ആ, ഞാൻ ഭാസ്കർ പിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്കേ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചു തരണം. ഹോട്ട് ന്യൂസ് ആണ്. അവർ നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞേ? എറണാകുളം വാർഫിൽ. ആ, എറണാകുളം വാർഫിൽ അയച്ചാൽ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് us try a chance. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയം കളയുന്നേ? ഇവിടെ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പൊ കാണിച്ചു തരാം. ആ ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. കമോൺ ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ നിന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോൻ കവർ ചെയ്താ എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലെന്നേ. ഒന്ന് പറഞ്ഞേ. ആ, ഒരു കുഴപ്പമില്ല. സാറേ,